ജീവിതത്തിൻ്റെ മനോഹര കാലത്ത് നല്ലൊരു പ്രണയവും ജീവിതവും ആഗ്രഹിച്ച് അയാൾക്ക് പിന്നാലെ സ്വപ്നങ്ങൾ കണ്ട് നടന്ന പല ദേശങ്ങളിലെ നിരവധി യുവതികൾ. വാഗ്ദാനങ്ങൾക്കും മധുരവാക്കുകൾക്കും പുറമെ എല്ലാവർക്കും നൽകാൻ അയാളുടെ കയ്യിൽ ഒരു മരുന്നു കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ആ ഗുളികകൾ കഴിച്ച യുവതികൾ പിന്നീടൊരിക്കലും കണ്ണുകൾ തുറന്നില്ല. ആത്മഹത്യയെന്നും അസ്വാഭാവിക മരണമെന്നും കേസും വാർത്തകളും വരുമ്പോഴും അയാൾ പുതിയ ഇണയെ തേടിപ്പോയിരുന്നു. ഒന്നും രണ്ടുമല്ല, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ശേഷം ഗർഭനിരോധന ഗുളിക എന്ന വ്യാജേന സയനൈഡ് നൽകി 20 യുവതികളെയാണ് അയാൾ കൊലപ്പെടുത്തിയത്. ഇത് പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞ കേസുകളുടെ മാത്രം കണക്കാണ്. 32 യുവതികളെ ഇത്തരത്തിൽ താൻ കൊലപ്പെടുത്തിയെന്നായിരുന്നു അയാൾ പോലീസിന് നൽകിയ ആദ്യ മൊഴി. കർണാടകത്തെയും കേരളത്തെയും ഒരുപോലെ വിറപ്പിച്ച അധ്യാപകൻ കൂടിയായിരുന്ന സീരിയൽ കില്ലറിന്റെ കഥ ആരംഭിക്കുകയാണ്. 2007 മെയ് 29 ബംഗളൂരു ഉപ്പാർപേട്ട് KSRTC ബസ് സ്റ്റാൻഡിലെ വിശ്രമമുറിക്ക് മുന്നിൽ വലിയൊരു ജനക്കൂട്ടം. എന്താണ് അവിടെ നടന്നതെന്ന ആകാംക്ഷ എല്ലാവരിലുമുണ്ട്. വിശ്രമമുറിക്കുള്ളിൽ ആളുകളൊക്കെ കണ്ടതാകട്ടെ സുന്ദരിയായൊരു യുവതി മരിച്ചു കിടക്കുന്നതാണ്. കൂട്ടം കൂടിയവർ പരസ്പരം പിറുപിറുത്തു. ആരോ വിളിച്ചറിയിച്ചതനുസരിച്ച് പോലീസ് എത്തി. വിശ്രമമുറിയിലേക്ക് പാഞ്ഞു കയറിയ പോലീസ് പരിശോധന ആരംഭിച്ചു. കൂടി നിന്ന പലരെയും ചോദ്യം ചെയ്തു. ആർക്കും യുവതിയെക്കുറിച്ച് അറിയില്ല. മുമ്പ് ഈ ഭാഗത്തൊന്നും കണ്ടു പരിചയമില്ലാത്ത മുഖം. വിശ്രമമുറിയിലേക്ക് യുവതി തനിച്ചാണ് എത്തിയതെന്ന് അവിടെയുണ്ടായിരുന്നവർ മൊഴി നൽകി. ആരാണ് ആ യുവതി? എന്താണ് മരണകാരണം? അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മരണകാരണം വിഷം ഉള്ളിൽ ചെന്നതാണെന്ന് കണ്ടെത്തി. മരിച്ചത് കാസർഗോഡ് സ്വദേശിനിയായ സംഗീത അധ്യാപിക പൂർണിമയാണ്. അന്വേഷണത്തിൽ മറ്റൊന്നും കണ്ടെത്താൻ കഴിയാത്തതിനാലാവും ആത്മഹത്യ എന്ന കാരണം കാണിച്ച് പോലീസ് കേസ് അവസാനിപ്പിച്ചു. ആ സംഭവം ഉൾപേജിലെ ഒരു ചെറിയ കോളം വാർത്ത മാത്രമായിരുന്നു പത്രങ്ങൾക്ക്. മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. വർഷം 2009. ഹിന്ദുത്വ പരീക്ഷണങ്ങളുടെ ലബോറട്ടറി എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്ന കർണാടകയിലെ ദക്ഷിണ കന്നഡ തീരദേശ ജില്ല സംഘർഷഭരിതമായിരുന്ന കാലം. രാഷ്ട്രീയ മതസംഘർഷങ്ങൾ തുടർച്ചയായി അരങ്ങേറിയിരുന്ന ആ മേഖലയിലേക്ക് പോകാൻ പോലീസിന് പോലും ഭയമായിരുന്നു. 2009 ജൂൺ 17 പുലർച്ചെയാണ് ബണ്ട്വാൾ താലൂക്കിലെ ബരിമാർ ഗ്രാമത്തിൽ നിന്ന് ബീഡി തൊഴിലാളിയായ അനിത മുള്ളിയ എന്ന 22-കാരിയെ കാണാതായത്. അവളുടെ വീട്ടുകാരും അയൽക്കാരും അവളെ അന്വേഷിച്ച് ഗ്രാമത്തിലും പരിസര പ്രദേശങ്ങളിലും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനിടയിൽ അനിത അന്യമതസ്ഥനൊപ്പം ഒളിച്ചോടിയെന്ന് ആരൊക്കെയോ ചേർന്ന് പ്രചരിപ്പിച്ചു. സംഘപരിവാർ സംഘടനകൾക്ക് അത് ധാരാളമായിരുന്നു. ഹിന്ദു യുവതികളെ അന്യമതത്തിൽപ്പെട്ടവർ വശീകരിക്കുന്നുവെന്ന സിദ്ധാന്തം അവർ സ്വയം മെനഞ്ഞെടുത്തു. ജില്ലയിൽ പ്രതിഷേധങ്ങൾ വ്യാപിച്ചു. തട്ടിക്കൊണ്ടുപോയവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് അവർ ലോക്കൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. അനിതയുടെ സമുദായത്തിൽപ്പെട്ടവർ വലിയ കലാപം തന്നെ സൃഷ്ടിച്ചു. പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ സംഭവത്തിൻ്റെ നിജസ്ഥിതി കണ്ടെത്തുകയല്ലാതെ പോലീസിന് മറ്റൊരു വഴിയുണ്ടായിരുന്നില്ല. സ്ഥിതിഗതികൾ കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ ബണ്ട്വാൾ പോലീസ് അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടർ നഞ്ചുണ്ടഗൌഡ, അന്നത്തെ അസിസ്റ്റന്റ് സൂപ്രണ്ട് ചന്ദ്രഗുപ്ത എന്നിവരുടെ നേതൃത്വത്തിൽ ഉന്നതതല അന്വേഷണ സംഘം രൂപീകരിച്ചു. അനിതയുടെ സുഹൃത്തുക്കളെയും അടുപ്പക്കാരെയും കണ്ടെത്തി ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. ഒരു ഭ്രാന്തമായ വേട്ടയാടലായിരുന്നു പോലീസിന്റെ അന്വേഷണം. ഒടുവിൽ പ്രദേശത്തു നിന്നും 160 കിലോമീറ്റർ അകലെയുള്ള ഹസാനിലെ ഇന്റർസിറ്റി ബസ് സ്റ്റാൻഡിലെ സ്ത്രീകളുടെ ടോയ്ലറ്റിൽ നിന്ന് അനിതയുടെ മൃതദേഹം കണ്ടെത്തി. അനിത സമീപത്തെ ലോഡ്ജിലാണ് താമസിച്ചത് എന്ന വിവരം ലഭിച്ചു. അവളുടെ കൂടെ ഒരു പുരുഷനുമുണ്ടായിരുന്നു. ആരായിരുന്നു അയാൾ? 40 വയസ്സ് പ്രായം തോന്നിക്കുന്ന കട്ടിമീശയുള്ള ഒരു കുറിയ മനുഷ്യൻ. അനിത മരിച്ചെന്ന് ഉറപ്പാക്കിയ അയാൾ അവർ താമസിച്ചിരുന്ന ലോഡ്ജിലേക്ക് ഓടിപ്പോകുന്നത് കണ്ടവരുണ്ട്. അയാൾക്കായി പോലീസ് വലവിരിച്ചു. അതിനിടെ അനിതയുടെ മരണത്തിന് കാരണം സയനൈഡ് ഉള്ളിൽ ചെന്നതാണെന്ന് കണ്ടെത്തി. അനിതയുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നവരുടെ കൂട്ടത്തിൽ തങ്ങൾ തിരിയുന്ന ആ കുറിയ മനുഷ്യനുമുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. അയാൾ ഒരു അധ്യാപകനായിരുന്നു. മംഗളൂരുവിലെ ബണ്ട്വാൾ കന്യാനയിലെ കായിക അധ്യാപകൻ. പേര് മോഹൻകുമാർ. 3 മാസങ്ങൾക്ക് ശേഷം 2009 ഒക്ടോബർ 21 മംഗലാപുരത്തിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് മോഹൻകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മോഹന് അനിതയെ അറിയാമോ? പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ആദ്യ ചോദ്യത്തിന് അനിതയെ അറിയില്ലെന്നായിരുന്നു മോഹൻ്റെ മറുപടി. അനിതയുമായി മോഹൻ ബന്ധപ്പെട്ടതിൻ്റെ സകല തെളിവുകളും ശേഖരിച്ച ശേഷമായിരുന്നു പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ. ആദ്യ മറുപടി തന്നെ കള്ളമാണെന്ന് കണ്ടെത്താൻ ആ തെളിവുകൾ തന്നെ ധാരാളമായിരുന്നു. തുടക്കത്തിൽ ഒന്നും തുറന്നു പറയാൻ അയാൾ തയ്യാറായിരുന്നില്ല. എന്നാൽ അധിക നേരം പോലീസിനു മുന്നിൽ പിടിച്ചു നിൽക്കാനും
അയാൾക്കായില്ല. ഇയാളുമായി ബന്ധമുണ്ടായിരുന്ന കാസർഗോഡ് സ്വദേശിനി പുഷ്പ ഉൾപ്പെടെ നിരവധി യുവതികളെ കാണാനില്ലെന്നും പോലീസിന് മനസ്സിലായി. ആ ചോദ്യം ചെയ്യലിലാണ് രാജ്യത്തെ തന്നെ വിറപ്പിച്ച കൊലപാതക പരമ്പരയുടെ ചുരുളഴിഞ്ഞത്. മോഹൻ 2003-2009 കാലയളവിൽ അനിതി ഉൾപ്പെടെ 20 യുവതികളെയാണ് സയനൈഡ് നൽകി അതിക്രൂരമായി കൊന്നത്. അതിൽ 4 മലയാളികളും ഉൾപ്പെടുന്നു. 32 യുവതികളെ താൻ കൊല ചെയ്തുവെന്നായിരുന്നു പ്രതിയുടെ ആദ്യ മൊഴി. എന്നാൽ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞ കേസുകൾ മാത്രമാണ് 20. ബംഗളൂരു ഉപ്പാർപേട്ട് KSRTC സ്റ്റാൻഡിലെ വിശ്രമമുറിയിൽ മരിച്ചുകിടന്ന കാസർഗോഡ് സ്വദേശിനി പൂർണിമയെയും കൊന്നത് മോഹനാണ്. 2007 ഏപ്രിലിൽ ഉപ്പള ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പൂർണിമയും മോഹനും പരിചയപ്പെടുന്നത്. കർണാടക വനം വകുപ്പ് ഉദ്യോഗസ്ഥനായ സുധാകർ ആചാര്യ എന്നാണ് പരിചയപ്പെടുത്തിയത്. അടുപ്പം സ്ഥാപിച്ച ശേഷം വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ബംഗളൂരുവിലെത്തിച്ചു. ഹോട്ടലിൽ തങ്ങിയ ശേഷം പിറ്റേന്ന് രാവിലെ പൂജയ്ക്ക് പങ്കെടുക്കാൻ പോകണമെന്നും ആഭരണങ്ങൾ അഴിച്ച് മുറിയിലെ അലമാരയിൽ വയ്ക്കാനും മോഹൻ നിർദ്ദേശിച്ചു. പൂജയ്ക്കെന്ന് പറഞ്ഞ് മുറിയിൽ നിന്നിറങ്ങി. ഗർഭനിരോധന ഗുളിക എന്ന പേരിൽ നൽകിയത് സയനൈഡ് ഗുളിക. ഛർദിയും ക്ഷീണവും ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ വിശ്രമമുറിയിൽ പോയി കിടക്കാൻ ആവശ്യപ്പെട്ടു. ബസ് സ്റ്റാൻഡിലെ വിശ്രമമുറിയിൽ ചെന്ന് ഗുളിക കഴിച്ച ഉടൻ ഇവർ കുഴഞ്ഞു വീണു മരിച്ചു. പിന്നാലെ മോഹൻ ഹോട്ടലിലെത്തി ആഭരണങ്ങളെടുത്ത് നാട്ടിലേക്ക് മടങ്ങി. അന്നത് ആത്മഹത്യയാണെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. കാസർഗോഡ് മുള്ളേരിയ പുഷ്പ, ഉപ്പള വിജയലക്ഷ്മി, സാവിത്രി, മംഗലാപുരത്ത് താമസിച്ച കുമ്പള സ്വദേശിനി കമല എന്നിവരാണ് മോഹൻ കൊലപ്പെടുത്തിയ മലയാളികൾ. ലീലാവതി, അനിത, സുനന്ദ, ബേബി നായക്, ശാരദ, കാവേരി, വിനുത, ഹേമ, യശോദ, ശശികല, ശാന്ത, വനിത, സുഷാദ, സുജാത, പൂർണിമ, ആരതി ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ട മറ്റുള്ളവർ. പല പേരുകളിലാണ് യുവതികളെ ഇയാൾ പരിചയപ്പെടുന്നത്. അനിതയ്ക്ക് അയാൾ സുധാകർ കുലാലായിരുന്നു. സുനന്ദ പൂജാരിക്ക് അദ്ദേഹം ശശിധർ പൂജാരിയായിരുന്നു. കാവേരിക്ക് അയാൾ സുധാകർ ആചാര്യനായിരുന്നു. ദരിദ്ര കുടുംബങ്ങളിലെ പെൺകുട്ടികളെയാണ് മോഹൻ ലക്ഷ്യമിട്ടിരുന്നത്. സ്നേഹം നടിച്ചു വശത്താക്കി താലി കെട്ടും. തുടർന്ന് നഗരത്തിലെ ലോഡ്ജിലോ ഹോട്ടലിലോ മുറിയെടുക്കും. യഥാർത്ഥ സ്നേഹമാണെന്ന യുവതികളെ വിശ്വസിപ്പിക്കുന്നതിൽ മോഹൻ വിരുദ്ധനായിരുന്നു. ഇരകളെല്ലാം 20-നും 30-നും ഇടയിൽ പ്രായമുള്ളവരായിരുന്നു. ഒരു സംശയത്തിനും ഇട നൽകാതെ ഹോട്ടൽ മുറിയിൽ യുവതികളുമായി ശാരീരിക ബന്ധത്തിലേർപ്പെടും. ശേഷം തന്ത്രപൂർവ്വം ആഭരണങ്ങൾ കൈക്കലാക്കും. കല്യാണത്തിനും പീഡനത്തിനും കൊലക്കുമെല്ലാം കൂടി വിരലിലെണ്ണാവുന്ന ദിവസം മതി മോഹന്. പല കാരണങ്ങൾ പറഞ്ഞ് യുവതികളെ സമീപത്തെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോകും. ഗർഭനിരോധന ഗുളിക കഴിക്കാൻ നിർബന്ധിക്കും. അതിൽ സയനൈഡ് ചേർക്കും. ഗുളികയുമായി യുവതി ശുചിമുറിയിൽ കയറുന്ന തക്കത്തിന് തൻ്റേതായ യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെ മോഹൻ സ്ഥലം വിടും. ശുചിമുറിയിൽ ചെന്ന് ഗുളിക കഴിക്കുന്ന യുവതി നിമിഷങ്ങൾക്കുള്ളിൽ മരിച്ചു വീഴും. മരണകാരണം സയനൈഡ് ആയതിനാൽ പലപ്പോഴും ആത്മഹത്യയാണെന്ന നിഗമനത്തിൽ മൃതദേഹം പോലീസ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. മോഹൻകുമാർ പിടിയിലായതിൻ്റെ പിറ്റേന്ന് പുറത്തിറങ്ങിയ പത്രങ്ങളിലൊന്ന് അയാളെ വിശേഷിപ്പിച്ചത് സയനൈഡ് മോഹൻ എന്നായിരുന്നു. സീരിയൽ കില്ലർ സയനൈഡ് മോഹൻ. 20 കൊലക്കേസുകളുടെയും വിചാരണ നടക്കുകയാണ്. 17 എണ്ണത്തിലും മോഹൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി കഴിഞ്ഞു. മോഹൻകുമാർ തന്നെയാണ് സ്വയം കേസുകൾ വാദിക്കുന്നത്. കേസിൽ തന്നെക്കാൾ ധാരണ അഭിഭാഷകന് ഉണ്ടാകില്ലെന്ന് കാട്ടി സ്വയം വാദിക്കാൻ അനുവദിക്കണമെന്ന അഭ്യർത്ഥന കോടതി അംഗീകരിക്കുകയായിരുന്നു. 3 കേസുകളിൽ മോഹൻകുമാറിന് 2013 കോടതി വധശിക്ഷ വിധിച്ചിരുന്നു. അപൂർവങ്ങളിൽ അപൂർവമെന്ന് വിലയിരുത്തിയായിരുന്നു കോടതി വിധി. ഭവിഷ്യത്തുകളെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യത്തോടെയാണ് പ്രതി കൃത്യങ്ങൾ നടത്തിയതെന്നും ദയ അർഹിക്കുന്നില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനാൽ പരമാവധി ശിക്ഷയായ വധശിക്ഷ വിധിക്കുകയായിരുന്നു കോടതി. കൊലക്കേസിൽ ശിക്ഷാവിധി കേൾക്കാൻ കോടതിയിലെത്തിയപ്പോഴും വധശിക്ഷ എന്ന വിധി കേട്ട് പുറത്തിറങ്ങിയപ്പോഴും മോഹൻകുമാറിൻ്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. പുഞ്ചിരിച്ചുകൊണ്ടാണ് പ്രതി കോടതിയിലേക്ക് എത്തിയത്. അതുപോലെ തിരികെയും. വധശിക്ഷ എന്ന വിധി കേട്ട് പുറത്തിറങ്ങിയ പ്രതിയോട് മാധ്യമപ്രവർത്തകർ പ്രതികരണം ആരാഞ്ഞപ്പോൾ ഇപ്പോൾ ഒന്നും പ്രതികരിക്കാനില്ലെന്ന മറുപടി നൽകി ചിരിച്ചുകൊണ്ട് പ്രതി നടന്നു നീങ്ങി.